അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനം എപ്പോഴും നമ്മുടെ ആത്മാവിനെ ബിൽഡ് ചെയ്യുന്നതാണ്. എപ്പോഴൊക്കെ ദൈവവചനം വായിക്കുന്നുവോ ഓരോ വാക്യത്തിലൂടെയും കർത്താവ് നമ്മളോട് സംസാരിക്കും. അന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിടുതലിനെ ആ ദൈവവചനത്തിലൂടെ കർത്താവിനോട് സംസാരിക്കും. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള അവൻ്റെ തന്ത്രം എന്താണ്. അവൻ എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ സ്വസ്ഥത എടുത്തു കളയാനാണ്, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ സാമ്പത്തിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ടെൻഷൻ, ഇന്നത്തെ കാര്യം എങ്ങനെ ചെയ്യും, അല്ല നാളെ എങ്ങനെ ചെയ്യും, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ചെയ്യും എന്നതായിരിക്കാം നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. അനുഗ്രഹം ദൈവം തരുന്നതാണ്. ഓരോ ബ്ലെസ്സിങ്ങുകളും ദൈവത്തിൽ നിന്നുള്ള, ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും സമാധാനമാണെങ്കിലും കുടുംബജീവിതത്തിലെ സന്തോഷമാണെങ്കിലും കുഞ്ഞുങ്ങളെന്ന ദാനമാണെങ്കിലും ഏത് നന്മയാണെങ്കിലും സന്തോഷം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എന്നെ കംഫർട്ട് ചെയ്യുന്ന എല്ലാ നന്മകളും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. പിശാച് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നത് നമ്മുടെ സ്വസ്ഥതയാണ്. ചിലത് നമ്മുടെ ലൈഫിൽ ഇല്ലായ്മയായി കൊണ്ടുവന്ന് അവൻ നമ്മുടെ സ്വസ്ഥത എടുത്തു കളയുന്നു. നമുക്ക് നോക്കാം, സാമ്പത്തികമായി ഉയർന്ന വ്യക്തികളെ നോക്കാം. അവരുടെ കഴിവുകളിലേക്ക് വരാനായിടയായി, അല്ല അവരുടെ സാധ്യതകളെ അവർ പ്രയോജനപ്പെടുത്താനിടയായി. നമ്മുടെ ജീവിതത്തിലും നമ്മളെ ദൈവം ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുവാനിടയാവും, നമ്മളുടെ ഉള്ളിൽ ആശയങ്ങൾ ഉളവാക്കും, നമ്മളുടെ കഴിവുകളിലേക്ക് നമ്മൾ വരുവാനിടയാകും. ഹല്ലേലൂയ, ആമീൻ. അതുകൊണ്ട് എല്ലാ നന്മകളെയും കർത്താവ് നമുക്ക് തന്നു എന്നത് ആദ്യം മനസ്സിലാക്കിയാട്ടെ. ഹല്ലേലൂയ. ഓരോ ബ്ലെസ്സിങ്ങുകളും ഈ ഭൂമിയിൽ കാണുന്ന സകല നന്മകളും അത് കർത്താവ് നിങ്ങളെ നോക്കി അനുഗ്രഹിച്ചതാണ്. എല്ലാ നന്മയിലും നിങ്ങൾ പെരുകി വരുവാനിടയാകട്ടെ. ആമീൻ. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം. അത് നിങ്ങളുടെ ജീവിതത്തോട് ഇടപെടട്ടെ. നമുക്ക് മെസ്സേജ് കേൾക്കാം. അടുത്തിരിക്കുന്നവരോട് പറ, സ്വപ്നങ്ങളാണ് വലുത്, ക്രിയേറ്റിവിറ്റിയാണ് വലുത്, പൊട്ടൻഷ്യൽ വളർത്തുകയാണ് വലുത്, നിങ്ങളുടെ കഴിവ് വളർത്തുകയാണ് വലുത്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ് വലുത്. മറ്റതെല്ലാം ചെറുതാണ്, കടമൊക്കെ പോകും. നിങ്ങളുടെ കൂടെ ഉള്ളത് ലോകത്തുള്ളതിനൊക്കെ വലിയവനാ. യേശു നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും, യേശു നിങ്ങളുടെ അവസ്ഥകൾ മാറ്റും. നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. യുവതലമുറയോട് പറയാനുള്ളത്,
ക്രിയേറ്റീവായി ചിന്തിക്കേ. സ്വപ്നങ്ങൾ കാണ്. 50 വയസ്സായ ആളുകളോട് പറയാനുള്ളത്, ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല, അത് ചിന്തിക്കേ. കണ്ടോ, കുറച്ചു പേരെങ്കിലും ചാടുന്ന വിചാരിച്ചേ, അവരെങ്ങനെ നിൽക്കുക. കമാൺ, വായി തുറന്നു പറ. സ്വപ്നങ്ങൾ കാണ്. 50-ലും 60-ലും ആരും എത്തിപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്ത് നീ ചെല്ലേ, നീ കയറി ചെല്ലേ. നിനക്കതിന് കഴിയോ? കഷ്ടങ്ങളിലും വേദനകളിലും ചിന്തകളിലും കുഴഞ്ഞിരുന്നതും മതി, അവിടെ കടന്നതും മതി. ജോസഫ് സാറേ, തലയിൽ നിന്ന് പ്രഷറൊക്കെ തല ഇറക്കി വെക്കണം, എങ്കിൽ പുതിയ ആശയങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും. സ്വപ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ തലയിൽ നിന്ന് പ്രഷർ മാറണം. അടുത്തിരിക്കുന്നവരോട് പറ, സ്വപ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ തലയിൽ നിന്ന് എന്തു പോകണം? അടുത്തിരിക്കുന്ന തലമണ്ടയ്ക്ക് ഒരു തട്ട് കൊടുക്കുക, അതെല്ലാം ഇറങ്ങി പോകാൻ പറ. നിങ്ങളിലുള്ള കഴിവുകൾ മാനിഫെസ്റ്റഡ് ആകും, ക്രിയേറ്റിവിറ്റി വെളിപ്പെട്ട് വരും. ജോസഫിന്റെ സ്ഥിതി കണ്ടോ? അവൻ അനുഗ്രഹത്തിലേക്ക് വന്നപ്പോ സമ്പത്തിനെ മുഴുവൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകുകയാ. സൗരങ്ങളെ, നമുക്ക് അനുഗ്രഹം വേണം, അനുഗ്രഹത്തിൽ ജീവിക്കണം. അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നേ. വേണ്ടാന്ന് പറയരുത്. ജീവിക്കാനുള്ളതല്ല വേണ്ടത്, ഫ്രീ ആയിരുന്നു സ്വപ്നം കാണാനുള്ളത് വേണം. ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും കഴിഞ്ഞ് ജീവിക്കാനുള്ളതല്ല വേണ്ടേ, ഫ്രീ ആയി സ്വപ്നം കാണാനുള്ള സമയം കിട്ടുന്ന വേണം. ഒരു നല്ല ആമീൻ പറഞ്ഞേ. അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വന്നാൽ, ഞാന് പത്രോസിന്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോകാം. പത്രോസ് വലയിട്ടു എന്നാ പറയുന്നേ. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആ വലയ്ക്കകത്ത് കുടുങ്ങിയത് ഒരു വഞ്ചിയിൽ നിറയ്ക്കാനുള്ളതായിരുന്നില്ല, അടുത്ത വഞ്ചിയും കൂടെ നിറയ്ക്കാനുള്ളതായിരുന്നു. നിങ്ങളിൽ അനുഗ്രഹം ഉണ്ടായാലേ മറ്റൊരാൾക്ക് കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങൾ വളരത്തുള്ളൂ. ജോസഫ് അടുത്ത ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ വാ വാ. പത്രോസ് വിളിച്ചിട്ട്, പത്രോസ്, ഞങ്ങളുടെ കയ്യിലെ വല കീറാറായിരിക്കുക, ഞങ്ങളുടെ ബോട്ട് നിറഞ്ഞു, കുറച്ച് നീ കൊണ്ടുപോയിക്കോ. ഞങ്ങൾക്കൊരു വീടുണ്ട്, 2 വീടായി, 3 വീടായി, 4 വീടായി, ഒരു വീട് നീ കൊണ്ടുപോ. എന്താ കൈ അടിക്കുന്നത്? ഒരെണ്ണം ഉണ്ടാകട്ടെ ബ്രദറെ. ചിന്തയാ മാറേണ്ടത്, സ്വപ്നമാ മാറേണ്ടത്, ചിന്താഗതിയാ മാറേണ്ടത്. മോള് കേൾക്കുന്നോ? എന്റെ പാപ്പ കള്ളുകൂടിയ അല്ല, സ്വപ്നം ഉണ്ടായാൽ മതി മോളെ. ഈ പ്രായത്തിലൊന്നും ആരും പറഞ്ഞു തരാൻ എനിക്കില്ലായിരുന്നു. ഇന്ന് നിനക്ക് ഞങ്ങളെങ്കിലും ഉണ്ടെന്ന് പറ. സ്വപ്നം ഉണ്ടായാൽ കാര്യങ്ങളെല്ലാം തലതിരിയും. സ്വപ്നങ്ങളിൽ ജീവിക്കണം. കൈയടിച്ചു പറ, എന്തിൽ ജീവിക്കണം? ജൂലിയ, എന്തിൽ ജീവിക്കണം? സ്വപ്നങ്ങളിൽ ജീവിക്കണം. ഒന്ന് ചേർന്ന് കൈയടിച്ചു ആമീൻ പറ. സ്വപ്നങ്ങളിൽ ജീവിക്കണം, അനുഗ്രഹങ്ങളിൽ ജീവിക്കണം. പത്രോസിന്റെ പടകിൽ മീൻ കയറിയതോടുകൂടെ പത്രോസ് അന്ന് വരെ മറ്റൊരാളുടെ വഞ്ചിയിൽ നിന്ന് എടുത്ത് കാണത്തില്ലെന്ന് വിചാരിക്കാം, പക്ഷെ ഇപ്പൊ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പത്രോസായി. അടുത്തിരിക്കുന്ന ആളോട് പറ, കൊടുക്കുന്ന പത്രോസ് ആകട്ടെ. അനുഗ്രഹങ്ങൾ മാത്രമേ മറ്റൊരാൾക്ക് കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ മെന്റാലിറ്റിയെ വളർത്തത്തുള്ളൂ. ബിൽ ജോൺസൺ എന്ന് പറഞ്ഞയാള് കോടികളാണ് കൊടുക്കുന്നത്. 900 കോടിയും 1000 കോടിയാണ് ഒരു വർഷം ചാരിറ്റിക്ക് കൊടുക്കുന്നത്. കൊടുത്താൽ എന്താ, 5000 കോടി 50,000 കോടിയൊക്കെ കൈ കിടക്കുക. അതുകൊണ്ട് 1000 കോടി കൊടുക്കാൻ വലിയ കാര്യമില്ല. സഹോദരങ്ങളെ, നിങ്ങൾ കോടീശ്വരന്മാരായെന്ന് വിചാരിക്കുക, ഒരു പരിധി കഴിഞ്ഞ പണത്തിനൊരു വിലയില്ല. എത്ര കോടീശ്വരനായാലും 4 ഇഡ്ഡലി കൂടുതൽ കഴിക്കാനൊക്കത്തില്ല രാവിലെ. എത്ര കാശുണ്ടെങ്കിലും 2 ബിരിയാണി കൂടുതൽ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കത്തില്ല. കാശ് കൂടുതലുണ്ട്, 250 ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നിന്റെ വയറിനുള്ളതേ പറ്റത്തുള്ളൂ. ഇനി എത്ര കാശുണ്ടെങ്കിലും 4 കാറിൽ ഒരുപോലെ പോകാക്കത്തില്ല, ഒരു കാരണത്തേ പോകത്തുള്ളൂ. ഈ എത്ര കാശുണ്ടെങ്കിലും 25 കട്ടിലിൽ കിടക്കാനൊക്കത്തില്ല, ഒരു കട്ടിലേ കിടക്കാക്കത്തുള്ളൂ. നിങ്ങൾ നേമയം പറയാത്തെ
ഒരു ബെഡിനകത്തെ ഉറങ്ങാനൊക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോ കാശുണ്ടാ, കാശിന് നിനക്ക് തരാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പണം ഉണ്ടാകട്ടെ ധാരാളം. സുവിശേഷ വേലയ്ക്ക് കൊടുക്കാൻ തക്ക വേണം നിങ്ങളുടെ കൈകളെ നിറയ്ക്കട്ടെ. ചേർന്ന് കൈയടിച്ച് ഒരു വാചകം കൂടെ പറഞ്ഞിട്ട് വിടട്ടെ. അനുഗ്രഹങ്ങൾ ബന്ധങ്ങളെ റിസ്റ്റോർ ചെയ്യും. ഒന്ന് കൈയടിച്ചു നേരത്തെ ആമീൻ പറഞ്ഞ്. സമ്പത്തുണ്ടാകട്ടെ, നിങ്ങളുടെ ബന്ധുക്കളും കൂടാൻ തുടങ്ങും. സുവിശേഷം ഈസി ആയിട്ട് പറയാം. സമ്പത്തുണ്ടാകട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം റിസ്റ്റോർഡ് ആകും. ഒരു നല്ല അനുഗ്രഹത്തിൽ വസിക്കുന്ന ഒരാളുടെ ബന്ധങ്ങളെല്ലാം റിസ്റ്റോർ ആകും. ദരിദ്രന്റെ വീട്ടിൽ പോലും ആരും വരത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ബന്ധുക്കൾ പോലും വീട്ടിൽ വരത്തില്ല. കടം ചോദിക്കുന്ന പേടി വരുമെന്ന് പറ. ക്യാൻസർ ആയാൽ പോലും ആളുകൾ വീട്ടിൽ വരും, പക്ഷെ ദരിദ്രനായാൽ നിന്റെ വീട്ടിൽ വരത്തില്ല. ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം. നിനക്ക് ക്യാൻസർ പിടിച്ചാൽ പോലും നിനക്ക് ആരും പിടിക്കത്തില്ല കേട്ടോ. ഒരാൾ രോഗിയായാൽ പോലും ആളുകൾ വീട്ടിൽ വരും, പക്ഷെ കടഭാരത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കത്തില്ല. അവർക്കറിയാം നീ കടം ചോദിക്കുമെന്ന്. ആമേൻ. സമ്പന്നത ആളുകളെ കൊണ്ടുവരും. ഫാമിലിയെ റിസ്റ്റോർ ചെയ്യും, റിലേഷനെ റിസ്റ്റോർ ചെയ്യും, ബന്ധങ്ങളെ റിസ്റ്റോർ ചെയ്യും. അതിൻ്റെ ഇടയ്ക്കാ പറയുന്നേ, കർത്താവേ ഈ വീടങ്ങ് നന്നായാൽ മതി, ഈ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ആയാൽ മതി. അതുകൊണ്ടാ ക്രിസ്ത്യാനിക്ക് കൊടുക്കത്തക്ക വിധത്തിൽ ഒന്നും ഇല്ലാത്ത കയ്യിലേ. ആ ഭൂതം പോട്ടെ, കൊടുക്കുന്ന വിധത്തിൽ ദൈവം തരുന്നത് വാങ്ങുക. ഹല്ലേലൂയ പറ. യാക്കോബിനോട് ചോദിക്കാൻ, യാക്കോബ് പറയും, എൻ്റെ ജ്യേഷ്ഠനെ പറ്റിച്ച് ഞാൻ ഇറങ്ങിയതാ. പക്ഷേ ഞാൻ ജ്യേഷ്ഠനെ കാണാൻ പോയപ്പോൾ 3 പങ്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചു. എന്നെ കൊല്ലാൻ നിന്ന ജ്യേഷ്ഠൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത്. അതാണ് സമ്പത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ പറ. ആമേൻ പറ. വേദവസം പറയുന്നത്, വിശക്കുന്നതിന് തിന്മാൻ കൊടുക്ക. നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ എന്ത് ചെയ്യണം? തിന്മാൻ കൊടുക്കണം, ബിരിയാണി മേടിച്ചു കൊടുക്കണം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. വഴക്കുണ്ടാക്കിയിരിക്കുന്ന ഭാര്യയെ കാണാൻ പോകുമ്പോൾ ഒരു നല്ല വില കൂടിയ കാഞ്ചീപുരം സാരി മേടിച്ചുകൊണ്ട് കൊടുക്കണം. എത്ര വഴക്കുണ്ടാക്കിയ പെണ്ണുമ്പിളയും കെട്ടിപ്പിടിച്ച് ഉമ്മ വരും. ഞാനെങ്ങനെയാ ചെയ്യുന്നേ? ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കത്തില്ല, തമാശ പറഞ്ഞത്. ആമേൻ. സീരിയസ്ലി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പല ബന്ധങ്ങൾക്കും ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചു വന്നിട്ടുണ്ടെന്നായിരിക്കും വഴക്കുണ്ടാക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത്. എന്താ ഒരാൾ മിണ്ടണില്ലല്ലോ ദൈവമേ? പ്രസംഗം മനസ്സിലായാണോ? ഞാനിന്ന് പറയാൻ തുടങ്ങിയത് ഫ്രൂട്ട്ഫുൾനെസ് നിന്റെ എല്ലാ വേദനയും മറക്കുമെന്ന. നമ്മളിൽ എന്തുണ്ടാകണം? വർധനം ഉണ്ടാകണം, ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാകണം. ഇപ്പം നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഫലം നിറഞ്ഞവരാകണം. പറഞ്ഞേ, ഉറക്കെ പറ. സഹോദരന്മാർ പോലും നിന്നെ അംഗീകരിക്കുന്നത് ഫലങ്ങൾ നിറയുമ്പോഴാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദയോർത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളിലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശത്രു പോലും നിങ്ങളെ അംഗീകരിക്കാൻ കാരണമാക്കും. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളിലെ അനുഗ്രഹങ്ങൾ ശത്രു പോലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉയരണമെന്ന് സ്വപ്നം കാണണം, അവിടെ എത്തണമെന്ന് നിങ്ങൾ സ്വപ്നം കാണണം. പക്ഷെ നമ്മുടെ തലയിൽ അതില്ല. ക്രിസ്ത്യാനിയുടെ തലയിൽ അങ്ങനെ ഒരു സാധനമില്ല. ഡ്രീം ബിഗ്. നിങ്ങളുടെ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂട്ടുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേ, ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ മുഴുവൻ ഞാൻ നോക്കി. അവരവരുടെ പൊട്ടൻഷ്യലിന്റെ മാക്സിമത്തിൽ എത്തിയിട്ട് ഈ ലോകത്ത് പോയേ. ഈ കുറച്ച് കട്ടിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവർ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അവരുടെ എല്ലാ കഴിവുകളും മാക്സിമത്തിൽ എത്തിയിട്ട് അവർ ഈ ഭൂമിയിൽ നിന്ന് പോയേ. എന്നാൽ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാൾ പോലും അവിടെ എത്തിയില്ല. കഷ്ടതയിൽ ജീവിച്ച ഒരാൾ പോലും അവിടെ എത്തിയില്ല.
ദൈവം കഷ്ടതയുള്ള ആളുകളെ ഉയർത്തിയതിനു ശേഷം അവരെ നോക്കുക, അവരുടെ പൊട്ടൻഷ്യലേ മാറിപ്പോയി, അവരുടെ കഴിവേ വ്യത്യാസമായി പോയി. ഒത്തിരി പേരെ എനിക്ക് കാണിച്ചു തരാം അങ്ങനെ. അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മാനിഫെസ്റ്റഡ് ആകണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിൽ ജീവിക്കണം. ഇപ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിലാണോ, ദൈവം അവിടേക്ക് നിങ്ങൾ എത്തിക്കും. അതിന് നിങ്ങൾക്കൊരു സ്വപ്നം വേണം, നിങ്ങൾക്ക് ആ ചിന്ത വേണം, നിങ്ങൾ ആ കാര്യം ആഗ്രഹിക്കണം. അത് നമ്മുടെ തലയിലില്ല. നിങ്ങളുടെ മൈൻഡ് മാറ്റ്, അനുഗ്രഹത്തിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. അതേപോലെ ഒന്ന് വീട്ടിൽ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായി ചിന്തിക്കാൻ പറ്റുമോ? പറ കുഞ്ഞുങ്ങളെ, പറ്റുമോ? ജൂലി, വീട്ടിൽ വഴക്കുക, എന്തെങ്കിലും വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അവിടുന്ന് വരയ്ക്കാം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് പീസ്ഫുള്ളായ ഹാർട്ട് വേണം, ജോയ്ഫുള്ളായ ഹാർട്ട് വേണം. ജോയ്ഫുൾ ആയിരിക്കുമ്പോൾ എന്തും ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് പിശാച് നിങ്ങളുടെ ജോയ്, നിങ്ങളുടെ ബ്ലെസ്സിങ്, നിങ്ങളുടെ ഇടർച്ചി നിങ്ങളുടെയിലേക്ക് വന്നിട്ട് അതാ ആദ്യം അപഹരിക്കുന്നേ. വിട്ടുകൊടുക്കല്ലേ. നിങ്ങൾ അറിയേണ്ടത് ജോയ് അല്ല പോകുന്നേ, സമ്പത്തല്ല പോകുന്നേ, ക്രിയേറ്റിവിറ്റിയാ പോകുന്നേ, പൊട്ടൻഷ്യലാ പോകുന്നേ. സെക്ഷുവലായ വീഡിയോസ്, സെക്ഷുവലായ കാര്യങ്ങൾ, ഇമ്മോറാലിറ്റി, അത് നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ അപഹരിക്കുക. നിങ്ങൾ അതിനകത്തായി പോകും. എന്തുവാ കാണുന്നേ? ഒരു പെങ്കൊച്ചിനെ ഒരുത്തൻ കെട്ടിപ്പിടിക്കുന്നു, ആ പെങ്കൊച്ച് വേറൊരുത്തനെ കെട്ടിപ്പിടിക്കുന്നു, അത് കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ കെട്ടിപ്പിടിക്കുന്നു കാണുന്നു. ഇത്രല്ലേ കാണാനുള്ളൂ, വേറെന്തോ കാണാനുള്ളൂ. അതിലായി പോകും നമ്മുടെ ലോകം. നമ്മുടെ പൊട്ടൻഷ്യൽ നശിപ്പിച്ചു പോകും. എൻ്റെ പൊട്ടൻഷ്യലാണ് എന്നെ ഉയർത്തുന്നത്. ഈ ചപ്പ് ചവറ് കണ്ടിട്ട് ആരാ ഉയർന്നേ? അവിടെ ഇരുന്ന് വികാരപ്പെടാം. എന്തിന്? തെറ്റ് ചെയ്യാൻ. ഒരു നല്ല ആമീൻ പറ. എൻ്റെ വികാരങ്ങൾ ഞാൻ നശിപ്പിക്കേണ്ടത് അവിടെയല്ല. എൻ്റെ വികാരങ്ങളെ ഞാൻ ഉയർത്തേണ്ടത് എൻ്റെ കഴിവുകളിലാണ് ഉയർത്തേണ്ടത്. റൈറ്റ്. യൂത്ത് ഒന്ന് എഴുന്നേറ്റ് തന്നെ കരന്ന് വീശി കാണിച്ചേ. കുഞ്ഞുങ്ങളോട് കല്യാണം കഴിയാത്തിരുന്ന കരങ്ങൾ ഉയർത്തി കാണിച്ചേ. എനിക്ക് നിങ്ങളോട് കല്യാണം കഴിയാത്തിരുന്ന കരങ്ങൾ ഉയർത്തി കാണിച്ചേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം, നിങ്ങളുടെ പൊട്ടൻഷ്യൽ അസാധാരണമാണ്, നിങ്ങളുടെ കഴിവുകൾ അസാധാരണമാണ്. നിങ്ങളുടെ ചിന്തകളിൽ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ വന്ന് നിങ്ങളുടെ കഴിവുകളെ കെടുത്താൻ പിശാചിന് കൊടുക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അലേർട്ടാകണം. നിങ്ങൾ വികാരമൊക്കെ വരും കേട്ടോ, സെക്ഷലായ ആഗ്രഹമൊക്കെ വരും. നിങ്ങളുടെ പ്രായം അതാ. പ്രായമുള്ളവർക്ക്, ഞങ്ങളുടെ പ്രായമുള്ളവർക്ക് വരുന്നു, പിന്നെ നിങ്ങളുടെ പ്രായം സ്വാഭാവിക. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ കെടുത്താനാ പിശാചിൻ്റെ ശ്രമം. നിങ്ങളുടെ പൊട്ടൻഷ്യനെ ഇല്ലാതാക്കണം. നിങ്ങളുടെ മനസ്സും ചിന്തയും അതിനകത്ത് കിടക്കണം. അവൻ എന്നെ പറ്റിച്ചു, തിരുവനന്തപുരം ഭാഷ പറയും. ആ ചെറുക്കനെ തേച്ചേച്ചു പോയി, ആ പെങ്കൊച്ചനെ തേച്ചേച്ചു പോയി. നീ തേച്ചവനെ നോക്കി ഇരുന്നു, നീ കരഞ്ഞ് കരഞ്ഞ് നിന്റെ ജീവിതം കളഞ്ഞു. ലവ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ നഷ്ടമാക്കി കളയുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. പല ടെൻഷനായിരിക്കുന്ന സമയത്ത് നമുക്ക് ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിലതിനെ ചെയ്യുവാനായി കഴിയത്തില്ല. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ശരിയായ വിധത്തിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഏത് കാര്യമാണെങ്കിലും, ചെറിയത് മുതൽ വലിയത് വരെയായ ഏത് ജോലിയാണെങ്കിലും നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ അപ്സെറ്റ് ആണെങ്കിൽ അത് ശരിയായ വിധത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അതാണ് പിശാച് ശ്രമിക്കുന്നത്. നമ്മുടെ പൊട്ടൻഷ്യലിനെ ഇല്ലാതാക്കി കളയുക, ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കി കളയുക. എന്നാൽ കർത്താവിൻ്റെ കൃപയിലായിരുന്നാട്ടെ എല്ലാ നന്മയിലും അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുവാനിടയാം. എല്ലാ ബ്ലെസ്സിങ്ങുകളും അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുവാനിടയാം. ഉള്ളിലായിരിക്കുന്ന എല്ലാ ടെൻഷനിലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അതിൽ നിന്ന് വിടുവിക്കട്ടെ. ഉയർന്ന ഒരു സാമ്പത്തിക നന്മയും അനുഗ്രഹങ്ങളും
ദൈവിക ബ്ലെസ്സിങ്ങുകളും ആത്മീയ നന്മകളും എല്ലാം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ ആന്റിയുടെ പേര് ജസീന്ത, ബ്രദറിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. Okay. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് വരുന്നത്. Okay. കഴിഞ്ഞ 6 മാസത്തിന് മുൻപ് ബ്രദറിന് വയറുവേദന ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഉടനെ തന്നെ എമർജൻസി ആയിട്ട് സർജറി വേണമെന്നുണ്ട് പറഞ്ഞിരുന്നത്. കാരണം 4 mm-ന്റെയും 7 mm-ന്റെയും വീതമുള്ള സ്റ്റോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ നമ്മുടെ ചർച്ചിലെ ലീഡേഴ്സിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും തുടർന്ന് അതേ ആഴ്ച തന്നെ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. വീണ്ടും പോയി സ്കാൻ ചെയ്തപ്പോൾ ആ കല്ല് അവിടെ ഇല്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ടോ? അതിന്റെ സ്കാനിങ് റിപ്പോർട്ടുണ്ടോ? ഇത് സ്കാനിങ് റിപ്പോർട്ടാണോ? എവിടെയാണ് സ്കാൻ ചെയ്തിരിക്കുന്നത്? ജനറൽ ഹോസ്പിറ്റലിലാണോ സ്കാൻ ചെയ്തത്? ഓക്കെ, ഇത് വെച്ചാൽ സി ടി റിപ്പോർട്ടാണ് കേട്ടോ. നല്ല കാര്യമോ? റിപ്പോർട്ടുമായിട്ട് വരുന്നത് നല്ലത്. 4 mm-ന്റെയും 7 mm-ന്റെയും 2 സ്റ്റോൺ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ച തന്നെ പോയി പ്രാർത്ഥിച്ചു, പരിശോധിച്ചു എന്ന് പറഞ്ഞ് ആദ്യം ഒരു സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ആഴ്ച കഴിഞ്ഞിട്ട് പോയി പരിശോധിച്ച് കിഡ്നിയിലുള്ളത് പ്രാർത്ഥിച്ചിട്ട് പോയി. രണ്ടാമത് ട്യൂബിൽ വന്നു, അത് 7 mm ഉണ്ടായിരുന്നു, അതും പോയി. ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുക്കാം നമുക്ക്. 4 mm ഉള്ള സ്റ്റോൺ തന്നെ പുറത്തു പോകുക പാടാണ്. 7 mm എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ഭീകരന്മാരാ പുറത്തു പോയെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് കൊടുത്ത വിശ്വാസത്തിന് അവർക്ക് നന്ദി പറയാം. താങ്ക് യു വെരി മച്ച്. സന്തോഷത്തോട് പറയട്ടെ. ബ്രദർ, ഈ സിസ്റ്ററുടെ പേര് മോളി, പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് സിസ്റ്ററിന് കഠിനമായ വയറുവേദന ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു, അൾട്രാ സ്കാൻ ചെയ്തു. അതിൽ ഫാറ്റി ലിവർ ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. വീണ്ടും അത് ഗ്രേഡ് 2-ലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അതേ തുടർന്ന് ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് റെഫർ ചെയ്തു. എന്നാൽ ആ ആഴ്ചയിൽ തന്നെ സിസ്റ്റർ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും പോയി ഫൈബ്രോ സ്കാൻ ചെയ്തപ്പോൾ അവിടെ യാതൊരു പ്രശ്നവുമില്ല, ഫാറ്റി ലിവർ കാണാനില്ല, സെൽസുകൾക്കുള്ളും യാതൊരു പ്രശ്നവുമില്ല. ഡോക്ടേഴ്സ് പോലും അതിശയിക്കുന്ന വിധത്തിലേക്കായിരുന്നു. കർത്താവ് വലിയ കാര്യം. ഫാറ്റി ലിവർ ആയിരുന്നു എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. സ്കാൻ ചെയ്തിട്ടാണോ ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞേ? ഓ, എന്നിട്ട് വീണ്ടും സ്കാൻ ചെയ്തു. ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ നോക്കിയപ്പോ ഫാറ്റി ലിവറും ഇല്ല, ഒന്നുമില്ല. നല്ല ആമേൻ പറയാത്ത ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിനെ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28-ന് രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1-2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുകയാണ്. ഇന്ന് ഈ സാക്ഷ്യം കണ്ട ഓരോ വ്യക്തികളോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് ഇടമുണ്ടോ? നിങ്ങൾ വേദനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്ന ഇടത്തേക്ക് നിങ്ങൾ കർത്താവിനെ കൊണ്ടുപോകുന്നുണ്ടോ? അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അത് നിങ്ങളുടേതെന്ന് വിചാരിക്കാതെ എന്നെ കാണുന്നൊരു കർത്താവുണ്ട്, എനിക്ക് ജീവിക്കുന്നൊരു ദൈവത്തിൻ്റെ മകനും മകളുമാണ് ഞാൻ എന്ന ബോധ്യത്തിൽ, അവൻ എന്നെ പരിപാലിക്കും എന്ന ബോധ്യത്തിൽ അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ കർത്താവ് ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരനുഭവിക്കുന്ന എല്ലാ വേദനയും, എല്ലാ നിരാശയുടെ അനുഭവത്തിൽ നിന്നും സ്വസ്ഥതയിലേക്ക് വരട്ടെ അപ്പാ, സമാധാനത്തിലേക്ക് വരട്ടെ അപ്പാ, ആശ്വാസത്തിലേക്ക് വരട്ടെ അപ്പാ, സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കൊരു സിസ്റ്ററെ കാണാൻ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി ഭാരത്തോടായിരിക്കുന്ന, അയ്യോ ഇവർ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടായിരിക്കുന്ന ആ സിസ്റ്ററെ എനിക്ക് കാണാം. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ
ഭാര്യ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയ്യോ, എൻ്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്, പക്ഷെ അവരിങ്ങനെ അസ്വസ്ഥപ്പെടുത്തിയാൽ ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതേപോലെ കരയുന്ന ഒരു സിസ്റ്ററിനെ എനിക്ക് കാണാം. കർത്താവ് സിസ്റ്ററിൻ്റെ ലൈഫിൽ വലിയ വാതിലുകളെ, നന്മയെ തുറക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരികയാണ്. കർത്താവെ, ആ വീട്ടിൽ അവിടുത്തെ പ്രവൃത്തിക്കിടമുണ്ടായതിനായി നന്ദി പറയുന്നു കർത്താവെ. അപ്പോൾ ആ സമാധാനത്തെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ എനിക്കൊരു കുടുംബത്തെ കാണാം. തൻ്റെ വാഹനം ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻ്റ് ആകുന്നതിനെ തുടർന്ന് പ്രയാസത്തോടായിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാം. പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് തൻ്റെ പണം നഷ്ടമായി പോകുന്ന ഒരു അനുഭവത്തിലാണ് ആ കുടുംബമായിരിക്കുന്നത്. കർത്താവെ, അവിടുത്തെ കൃപ കുടുംബത്തെ പൊതിയണമേ അപ്പാ. പിശാച് അവരുടെ ലൈഫിൽ വിതയ്ക്കുന്ന എല്ലാ തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. കർത്താവെ, ആ കുടുംബം കർത്താവിനാൽ കരുതപ്പെടട്ടെ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സ്വസ്ഥതയെ കൊടുക്കുന്ന, സമാധാനത്തെ കൊടുക്കുന്ന, സമൃദ്ധിയെ കൊടുക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.